താരസംഘടനാ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വൻ തർക്കം. വാർഷിക റിപ്പോർട്ട് പാസാക്കാൻ സമ്മതിക്കില്ലെന്ന് താരങ്ങളായ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവർ നിലപാടെടുത്തു. കണക്കുകൾ തെറ്റിയ റിപ്പോർട്ട് പാസാക്കാൻ സാധിക്കില്ലെന്ന് രഞ്ജി പണിക്കരും ചൂണ്ടിക്കാട്ടി. 45 ദിവസം സമയം തരണമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടു. തർക്കത്തിനിടെ വൈകാരികമായാണ് നടൻ മോഹൻലാൽ സംസാരിച്ചത്. സംഘടനയെ ഒരു തരത്തിലും തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. സഖിൻ ആന്റണിയുണ്ട് വിവരങ്ങളുമായി. സഖിൻ, അമ്മയിൽ തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ്. തീർച്ചയായിട്ടും രൂക്ഷമായ തർക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ശ്വേതാ മേനോനും ഒപ്പം തന്നെ കുക്കു പരമേശ്വരനും ശ്രമിച്ചു. എന്നാൽ ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടുമായി ഇടവേള ബാബുവും ഒപ്പം തന്നെ ബാബുരാജും കൂടാതെ സിദ്ദിഖും രംഗത്തെത്തി. അവരോടൊപ്പം ഏതാനും ചില ആളുകളും കൂടെ നിന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിശ്വാസ പ്രമേയം മുന്നോട്ട് വെച്ചു. ഈ ഭരണസമിതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വന്നു. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി പൂർണ്ണമായി രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. വൈകാരികമായാണ് മോഹൻലാൽ സംസാരിച്ചത്. അമ്മയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിശ്വാസം വേണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. അവിശ്വാസം വരികയാണെങ്കിൽ സ്വാഭാവികമായും ഭരണസമിതി അത് തെളിയിക്കേണ്ടതായി വരും. അങ്ങനെയല്ല എങ്കിൽ ഭരണസമിതി രാജിവെച്ച് അഡോ കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും രൂക്ഷമായ ഒരു തർക്കം ഇപ്പോൾ അമ്മ ജനറൽ ബോഡിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ ഈ നിലവിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ പൂർണ്ണമായും രാജിവെച്ച് പുതിയൊരു അഡോ കമ്മിറ്റി വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ 45 ദിവസത്തെ സമയമാണ് ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നൽകാൻ കഴിയില്ല. കാരണം വാർഷിക റിപ്പോർട്ടിൽ ഈ കണക്കുകളൊക്കെ പെരുപ്പിച്ച് കാണിച്ചുള്ള വാർഷിക റിപ്പോർട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ രഞ്ജി പണിക്കർ അടക്കമുള്ള ആളുകൾ ഉറച്ചു നിൽക്കുകയാണ്. മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്ത ഒരു യോഗമാണ്. അതിൽ പ്രത്യേകിച്ചും നടൻ മോഹൻലാൽ അടക്കം പങ്കെടുത്തിരുന്നു. വൈകാരികമായ പ്രതികരണമാണ് മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും വൈകാരികമായി സംസാരിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് താരസംഘടനയായ അമ്മ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള സംസാരം വരെ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ഇത് രണ്ടംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചതെന്ന് പറയുന്നു. എന്തായാലും ഈ തർക്കം ഇപ്പോഴും വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, സഖിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.